ഇന്ന് നമുക്ക് കുറച്ച് ആത്തയ്ക്ക് ഓറഞ്ചൊക്കെ പറിക്കാനായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകണം. വന്ന് രാവിലെ കഴിക്കാനായിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഈ ദോശക്കല്ല് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ലിങ്ക് തരാമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുള്ള ദോശക്കല്ലാണ് കാസ്റ്റ് ചെയ്യേണ്ടത്. ദോശക്കല്ല കല്ലും അതുപോലെ തന്നെ ഈ ചീനച്ചട്ടി അങ്ങനത്തെ എല്ലാം നമ്മൾ കാസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. ഒരുപാട് വർഷങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യണം. മുന്നത്തെ ദോശക്കല്ലാണെങ്കിൽ 10-20 വർഷം പഴക്കമുള്ളതാണ്. ചെറുതായതുകൊണ്ട് ഈ അടുപ്പിന് പറ്റാത്തതുകൊണ്ട് മാറ്റിയപ്പോൾ വലുത് വാങ്ങിയതെന്നുള്ളൂ. ചട്ടിയുടെയൊക്കെ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കുക കേട്ടോ. അടിപൊളി ചട്ടികളൊക്കെയാണ്. ഞാൻ കുറച്ച് മുരിങ്ങയില പറിക്കാനായിട്ട് പോയിട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് മുരിങ്ങയില കുറച്ച് വരുന്ന വഴിക്ക് തന്നെ കഴുകി അമ്മ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അമ്മ എടുത്ത് കൊടുത്തിട്ട് ഇനി എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. വീട്ടിൽ പോയി നമ്മൾ മുകളിൽ പറമ്പുണ്ട്, അങ്ങോട്ട് പോയതാണ് കേട്ടോ ആത്തക്കയൊക്കെ പറിക്കാനായിട്ട്. നിറയെ ആത്തക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആത്തക്ക പറിക്കാനൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനൊക്കെ ആണെങ്കിലും ആത്തക്ക നല്ല ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് കൊടുത്താൽ നന്നായിട്ട് കഴിച്ചോളും. ഒരുപാടുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 മരങ്ങളും ഉണ്ട്. അതിൽ ഒരു മരത്തിൽ അത്യാവശ്യം മൂത്തതും പഴുത്തു തുടങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു. അത് പറിച്ചെടുത്തു കേട്ടോ. ഒരു സൈഡിൽ അച്ഛനും കയറിയിട്ടുണ്ടായിരുന്നു, ഒരു സൈഡിൽ ഞാനും കയറിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഹൈറ്റുള്ള മരമൊന്നും ആയിരുന്നില്ല. നമുക്കൊരു കൊട്ടയുള്ള ആത്തക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഓറഞ്ചും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് കഴിയാറായിട്ടുണ്ട്. എല്ലാ ഓറഞ്ചിനും ഒരേപോലെ ടേസ്റ്റ് ആയിരിക്കില്ല കേട്ടോ. ചിലതിന് പുളി, ചിലതിന് നല്ല മധുരം, അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. 2-3 മരങ്ങളും ഉണ്ട്. ഒരു മരത്തിൽ തന്നെ ഓറഞ്ച് പലതും പല ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷെ നല്ല മണമൊക്കെ ആയിരിക്കും പുറമേ ഉള്ളത്. നല്ല നീരും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഓറഞ്ചിൻ്റെ ആ ഒരു ഇത് ഇരിക്കില്ല. കുറച്ചുകൂടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഓറഞ്ചും കുറച്ച് പറിച്ചെടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഓറഞ്ച് എല്ലാവർക്കും കൊടുത്ത് നമ്മൾ ഓറഞ്ചൊക്കെ കഴിച്ചു. പിന്നെ മുരിങ്ങയില കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഭക്ഷണവും കഴിച്ചിട്ട് താഴെ കുറച്ച് മുളക് തൈയൊക്കെ നടാനായിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിൽ നമ്മൾ നട്ടു, മുഴുത്ത ഇതിൽ നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ കുറച്ച് ഭാഗത്ത് നടാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ കാട് ഇങ്ങനെ കയറി ഒന്ന് വെട്ടിയെല്ലാം വൃത്തിയാക്കി. പിന്നെ ഒരു മഴയെ കഴിഞ്ഞപ്പോഴത്തേക്ക് കാട് കയറി. അപ്പോൾ അമ്മ കാടൊക്കെ ഒന്ന് ചെത്തി തന്നു. അത് മൊത്തത്തിലൊന്ന് കിളച്ചു കേട്ടോ. കിളച്ച് നമുക്കിനി വളം കുറവാണ് അവിടെ, മണ്ണെടുത്തിട്ട മണ്ണായതുകൊണ്ട്. അപ്പോൾ ചെറിയൊരു കുഴിയൊക്കെ ഇട്ട് നന്നായിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കിയിട്ട് വേണം മുളക് തൈ നട്ട് കൊടുക്കാനായിട്ട്. പാകി അത്യാവശ്യം നല്ല വലുപ്പമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ മുന്നേ നട്ടാൽ നല്ലതായിരുന്നു. നമുക്ക് സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ ആയി കഴിഞ്ഞാൽ പറമ്പിലോട്ട് ഇറങ്ങി ഇങ്ങനത്തെ പണികളൊന്നും നടക്കത്തില്ല. പിന്നെ നമുക്ക് കിട്ടുന്ന സമയത്തായിരിക്കും കേട്ടോ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നത്. 2 തരത്തിലുള്ള മുളകായിരുന്നു അവിടെ പാകിയിട്ടുണ്ടായിരുന്നത്. 2 അത്യാവശ്യം നന്നായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാശ്മീരി ചില്ലിയുടെ മുളക് തൈകളാണ് കേട്ടോ കൂടുതലും നടുന്നത്. അതിൻ്റെ കുറച്ച് വിത്തൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ അത് പറിച്ച് ഉണക്കുകയോ പൊടിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത് മുളക്. പച്ചമുളകൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും കിട്ടുന്നുണ്ട്. കൊണ്ടാട്ടം മുളകൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആ മുളക് തന്നെയായിട്ട് എടുക്കൽ.